ലിഷോയി, ആ ലോക്കപ്പ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ മനസാക്ഷിയുള്ളവർക്ക് കേരളത്തിന് മറക്കാൻ കഴിയില്ല. അതിലൊരു നടപടി നമ്മൾ തന്നെ ആദ്യം പുറത്തുവിട്ട വാർത്തയാണ്. ആ ദൃശ്യമാണ് ഇപ്പോൾ കാണിക്കുന്നത്, ഒരിക്കൽ കൂടി കാണിക്കുന്നത്. ഈ സംഭവത്തിൽ നടപടി തേടിയിട്ടുള്ള, ആ റിപ്പോർട്ട് തേടിയിട്ടുള്ള ഒരു നീക്കമാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന്, ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അത് കാലങ്ങളായി ഈ മർദ്ദനമേറ്റ സുജിത്തടക്കം ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു പരാതിക്കാരൻ. അപ്പോൾ ഈ പരാതിക്കാരന്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ഈ ആഭ്യന്തര വകുപ്പിന്റെ നടപടി സംബന്ധിച്ച് എന്താണ് സുജിത്തിന്റെ അടക്കം പ്രതികരണങ്ങൾ വരുന്നത്? ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യങ്ങൾ എന്തെന്നാണ് പരാതിക്കാരനെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുജിത്ത് ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്താണുള്ളത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിട്ട് കണ്ട് പരാതി അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത്. അതിന് തൊട്ട് മുൻപാണ്, അതായത് സുജിത്ത് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിന്റെ മുൻപിൽ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് തേടിക്കൊണ്ട് ആഭ്യന്തരമന്ത്രി DGPയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ സുജിത്തിന് പ്രതികരണം ലഭ്യമാവുകയും ചെയ്യും. 2023 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് ഈ എല്ലാവരെയും നടുക്കിയ ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന ഈ തരത്തിലുള്ള ക്രൂരമായ മർദ്ദനം നടന്നത്. അത് ചൊവ്വന്നൂരിലെ അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു സുജിത്ത്. വഴിയരികിൽ ഈ പോലീസ് അരികിൽ നിന്നിരുന്ന ഈ കുറച്ച് യുവാക്കളെ പോലീസ് അനാവശ്യമായി ചോദ്യം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി സുജിത്ത് ഈ വിഷയത്തിൽ ഇടപെടുകയും ആ ഇടപെട്ട സമയത്ത് സുജിത്തിനെ നേരെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോലീസ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയുമായിരുന്നു. SI ന്യൂമാൻ ഉൾപ്പെടെയുള്ള 5 പോലീസുകാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 4 പോലീസുകാരാണ് നിലവിൽ സർവീസിലുള്ളത്. ഒരാൾ മറ്റൊരു വകുപ്പിലേക്ക്, തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് ഈ പോലീസിൽ നിന്ന് രാജിവെച്ച് മറ്റൊരു ജോലിക്ക് കയറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 5 പേരാണ് പ്രധാനമായും ഈ ക്രൂരമായ മർദ്ദനത്തിൽ ഉണ്ടായിരുന്നത്. ഈ 5 പേരിൽ 4 പേർക്കെതിരെ നിലവിൽ വകുപ്പ് തല നടപടി എടുത്തിട്ടുണ്ട്. പക്ഷെ വകുപ്പ് തല നടപടി മാത്രം പോരാ, ഇതിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ കൂടി സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സുജിത്തിന്റെ ആവശ്യം. മാത്രമല്ല, അന്ന് ഈ കേസ് ഈ CCTV ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടതിന് ശേഷം അത് വലിയ വിവാദമാവുകയും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും VD സതീശനും KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി സുജിത്തിനെ സന്ദർശിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അന്ന് സുജിത്തിന് ഇവരെല്ലാവരും തന്നെ ഉറപ്പ് നൽകിയ ഒരു കാര്യമുണ്ട്. UDF അധികാരത്തിൽ വരുന്ന സമയത്ത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ഫലവത്തല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായും അതിനുവേണ്ട നടപടികൾ UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അന്ന് ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് സുജിത്തിന് നൽകിയിരുന്നു. പക്ഷേ അന്ന് അവർ ഈ ചിന്തിച്ചത് പോലെ തന്നെ സംഭവിച്ചു. ഈ 4 പേരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നതിലപ്പുറത്തേക്ക് ഈ കേസിന്റെ അന്വേഷണം മറ്റൊരിടത്തേക്കും എത്തിയില്ല. അങ്ങനെ എത്താത്തതിനെ തുടർന്നാണ് പുതിയ സർക്കാർ വന്ന സമയത്ത് ലിഷോയാണ് വിവരം നൽകിയത്. അപ്പോൾ ഉപ്പ് തിന്നവർ വെള്ളം കുടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് രക്ഷാപ്രവർത്തനത്തിൽ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുന്നംകുളം കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് വകുപ്പ് തല നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് കൂടി വരുമോ എന്നതാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അതിനുള്ള സാധ്യതകൾ തെളിയുകയാണ്. അങ്ങനെയുള്ള ഇടപെടലാണ് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നിർദ്ദേശമായി DGPക്ക് ലഭ്യമായിരിക്കുന്നത്.